ഹായ് ഹലോ എവരി വൺ ഇറ്റ്സ് മീ CA സഞ്ജയ് ബ്രോ. സോ എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? സോ എക്സാംസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? സോ ഇപ്പൊ നിങ്ങൾ ഒരു റെസ്റ്റ് മോഡിലായിരിക്കും അല്ലേ? ചില കുട്ടികൾ നാളെ ആർട്ടിക്കൽഷിപ്പിന് പോകണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില കുട്ടികൾ ഇനി എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ട്രിപ്പിന് പോകണോ, സിനിമക്ക് പോകണോ? സോ ആൻഡ് യാ യു ഗൈസ് റിയലി ഡിസേർവ്സ് റെസ്റ്റ് റൈറ്റ് നൗ. കാരണം നിങ്ങൾ ഒരു കഴിഞ്ഞ ഒരു 2 മാസം അല്ലെങ്കിൽ 2 ആഴ്ച അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 14 ദിവസം നിങ്ങൾ അനുഭവിച്ചൊരു മെന്റൽ സ്ട്രെസ്, നിങ്ങൾ അനുഭവിച്ചൊരു നിങ്ങൾ ഇട്ട ഒരു മാക്സിമം എഫേർട്സ്. യെസ്, ഡെഫിനറ്റ്ലി യു ഗൈസ് ഡിസേർവ്സ് റെസ്റ്റ്. പക്ഷെ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഐസയുടെ എക്സാമിന്റെ ഡേറ്റ്സ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 12-നാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. സെപ്റ്റംബർ 12, 14, 17, 19, 21, 23 നമുക്ക് ടാക്സിന് 2 ദിവസം ലീവ് ഉണ്ട് അല്ലെ? 15, 16 നമ്മുടെ തേർഡ് പേപ്പർ ടാക്സ് ആണെന്നാണ് ഒരു പ്രതീക്ഷ. സോ 2 ദിവസം നമുക്ക് ലീവ് ഉണ്ട് താനും. ഓക്കെ. സോ ഇനി എന്താണ് സർ ചെയ്യേണ്ടത്? എക്സാംസ് ഒക്കെ എഴുതി ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്ലാൻ. കൃത്യമായിട്ടും പ്ലാൻ ചെയ്തില്ലെങ്കിൽ അത് അവസാനം നമ്മളൊരു പാനിക് സിറ്റുവേഷനിൽ എത്തിപ്പോൾ എല്ലാം നമ്മൾ തകിടം മറിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസിനെ ഒരു 3 കാറ്റഗറി ആയിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സ്പെക്ടഡ് റിസൾട്ട് ഡേറ്റ് ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിരിക്കും മിക്കവാറും. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് ആപ്ലിക്കേഷൻ എക്സാമിന് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡേറ്റ് പറഞ്ഞുള്ളത് ജൂലൈ 7th ആണ്. സോ അതുകൊണ്ട് തന്നെ ജൂലൈ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ റിസൾട്ട് ഒക്കെ വരും. ഓക്കെ. സോ നമുക്ക് എത്ര ഡേയ്സ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എത്ര ഡേയ്സ് പഠിക്കാനുണ്ട്? ഞാൻ ജൂലൈ ഒരു ഫസ്റ്റ് വീക്കിനകത്ത് ജൂലൈ മന്തിൽ ജസ്റ്റ് 20 ഡേയ്സ് മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. മോർ ദാൻ 20 ഡേയ്സ് നമുക്ക് അത്യാവശ്യം കിട്ടും. എന്നാലും ഞാൻ 20 ഡേയ്സ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. ഓഗസ്റ്റിൽ ആസ് വി ഓൾ നോ 31 ഡേയ്സ് ഉണ്ട്. സെപ്റ്റംബറിൽ ഞാൻ ഒരു 10 ഡേയ്സും കൂടെ എടുക്കുന്നു. സോ വി ഹാവ് 61 ഡേയ്സ്. നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് 61 ദിവസം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഫൈൻ ആണോ? യെസ്. സോ ഞാൻ ടോട്ടൽ സ്റ്റുഡൻസിനെ ഒരു 3 കാറ്റഗറി ആയിട്ട് ഞാൻ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ബോത്ത് ഗ്രൂപ്പ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ഇൻ May 24. ബോത്ത് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോത്ത് ഗ്രൂപ്പ് നന്നായി പഠിച്ച് എഴുതിയ കുട്ടികൾ. ഓക്കെ, അവർക്ക് ചെറിയൊരു ഹോപ്പ് ഒക്കെ ഉണ്ട്, പരീക്ഷ പാസ്സാവാൻ ചെറിയൊരു ഹോപ്പ് ഒക്കെ ഉള്ള കുട്ടികൾ. സോ ഈ കുട്ടികൾ റിസൾട്ട് വരുന്നവർ എന്തായാലും കാത്തിക്കും, കാരണം അവർക്ക് അത്യാവശ്യം ഒരു ഹോപ്പ് ഉണ്ടല്ലോ പരീക്ഷ പാസ്സാവും എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഓറിയന്റേഷനെ കുറിച്ച് നോക്കാം, നിങ്ങളുടെ ITT കുറിച്ച് നോക്കാം. കാരണം സമയം വെറുതെ കളയരുത്. കാരണം നിങ്ങൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആർട്ടിക്കൽഷിപ്പ് കാരണം നിങ്ങൾ ഡിലേ ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ CA ഫൈനൽ അറ്റംപ്റ്റ് ഡിലേ ആവും. CA ഫൈനൽ അറ്റംപ്റ്റ് ഡിലേ ആയി നിങ്ങൾ ജോലിക്ക് കയറുന്ന ടൈം നിങ്ങൾ ഡിലേ ആവും. സോ മൊത്തത്തിൽ പ്രശ്നങ്ങളാവും. സോ നിങ്ങൾ ആസ് ഓഫ് നൗ നിങ്ങൾ എവിടെയാണ് ITT ചെയ്യേണ്ടത്, എവിടെയാണ് ഓറിയന്റേഷൻ ചെയ്യേണ്ടത്, അതിന്റെ ഡേറ്റ്സ് അവൈലബിൾ ആണോ, അതിന്റെ സ്ലോട്ട്സ് അവൈലബിൾ ആണോ, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. ഈ പറഞ്ഞത് ഏത് കാറ്റഗറിയാണ്? ബോത്ത് ഗ്രൂപ്പ് May 24 എഴുതിയിട്ടുണ്ട്. ബോത്ത് ഗ്രൂപ്പ് ദെൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, പാസ് ആണെന്ന് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് എനിക്കുണ്ട്. ആ ഒരു കാറ്റഗറി സ്റ്റുഡൻസിനെ കുറിച്ചാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. അതേസമയത്ത് ബോത്ത് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു, അതിൽ ഒരു ഗ്രൂപ്പ് അത്യാവശ്യം മോശമായിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, മറ്റേ ഗ്രൂപ്പ് ചെറിയൊരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഒരു ഗ്രൂപ്പ് ഞാൻ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, മറ്റേ ഗ്രൂപ്പ് ഞാൻ പാസ്സാവും. ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ബോത്ത് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് ഒരു ഗ്രൂപ്പ് മാത്രം പഠിക്കും നന്നായിട്ട്, മറ്റേ ഗ്രൂപ്പ് ജസ്റ്റ് ഫോർ നെയിം സേക്ക് പോയിട്ട് എഴുതും. അതായത് ആ ഗ്രൂപ്പ് എന്തായാലും പാസ് ആവില്ല എന്ന് ഉറപ്പുള്ള കാറ്റഗറി. ഓക്കെ ആണോ? സോ അത്തരത്തിലുള്ള കുട്ടികള് എക്സാം ഡേറ്റ്സ് വരാൻ വേണ്ടി, ഐ മീൻ എക്സാമിന്റെ റിസൾട്ട് വരാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നത്. യു ഹാവ് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മൊമെന്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 2 to 3 ഡേയ്സ് വേണമെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ഒക്കെ എടുക്കാം നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ എന്ത് വന്നാലും ശരി നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഏത് ഗ്രൂപ്പാണോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് ആ ഗ്രൂപ്പ് ഇപ്പൊ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള അത്യാവശ്യം 1-2 സബ്ജക്ട്സ് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ശരി നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഓൾമോസ്റ്റ് 60 ഡേയ്സ്, ഐ റിപ്പീറ്റ് 60 ഡേയ്സ് നമുക്ക് എന്തുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ ആണോടാ? സോ ആൻഡ് തേർഡ് കാറ്റഗറി പ്രിപ്പയർ ഓൺലി ഫോർ വൺ ഗ്രൂപ്പ്. അതായത് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ ആ കാറ്റഗറിയിലെ സ്റ്റുഡൻസും ഹാസ് ടു നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഇനി ഡിലേ ചെയ്യാൻ പാടില്ല. ഒരു 2 to 5 ഡേയ്സ് നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, സിനിമക്ക് പോവുക. എല്ലാ സിനിമ നിങ്ങൾ ഒരുപാട് പെൻഡിങ് വെച്ച സിനിമ ഉണ്ടോ? നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പെൻഡിങ് വെച്ച് നിങ്ങളുടെ ലിസ്റ്റിൽ ബാക്കി വെച്ച സിനിമകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കണ്ടു തീർക്കുക. ഫ്രണ്ട്സ് ആയിട്ട് ജോയിൻ ചെയ്യുക, ട്രിപ്പിനൊക്കെ പോവുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഇതൊക്കെ കഴിയാൻ ഒരുപാട് സമയം എടുക്കരുത്. മാക്സിമം 1 വീക്ക് കഴിഞ്ഞാൽ യു ഹാവ് ടു സിറ്റ് ഫോർ യുവർ
പ്രിപ്പറേഷൻ. കാരണം നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറ്റേ ഗ്രൂപ്പിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. ആസ് ഐ സെഡ്, എക്സാമിന്റെ നിങ്ങളുടെ റിസൾട്ട് ഡേറ്റ് വരുന്നതിന് മുന്നേ മാത്സ് മിനിമം ഒരു 2 to 3 ആകെ 3 സബ്ജക്ട്സ് തരുള്ളൂ. സോ മിനിമം ഒരു സബ്ജക്ട് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് മറ്റേ സബ്ജക്ട് പകുതിയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഈ ഒരു കാറ്റഗറി സ്റ്റുഡൻസും. സോ റിസൾട്ടിന്റെ ഡേറ്റ് ഒക്കെ വന്നു. അപ്പം പറഞ്ഞു റിസൾട്ട് ഡേറ്റ് നമ്മളിപ്പം നോക്കി, റിസൾട്ട് ഡേറ്റ് അല്ല, എക്സാമിന്റെ ഡേറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ബോത്ത് ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അതിന്റെ അതായത് നമ്മുടെ കാറ്റഗറി 1 വരുന്ന കുട്ടികളാണെങ്കിൽ ITT ഓറിയന്റേഷൻ പ്ലസ് ഏത് ഓഫീസിലാണ് ഞാൻ ആർട്ടിക്കൽഷിപ്പ് ജോയിൻ ചെയ്യേണ്ടത്, ആ ആർട്ടിക്കൽഷിപ്പ് സർ ഇത് കുറച്ച് ഓവർ അല്ലേ സർ, റിസൾട്ട് വരുന്ന മുന്നേ നമ്മൾ ആർട്ടിക്കൽഷിപ്പ് ഒക്കെ നോക്കേണ്ടത് ഏത് ഓഫീസ്, ഇതൊക്കെ കുറച്ച് ഓവർ കോൺഫിഡൻസ് അല്ലേ സർ? ഒരു ഓവർ കോൺഫിഡൻസും ഇല്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ നമുക്ക് അത്യാവശ്യം നല്ല നല്ല ഓഫീസ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ ഓഫീസാണ് വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് പോയിട്ട് അവിടെ സംസാരിക്കാം. കാരണം ചില ഓഫീസുകൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് കിട്ടണ നിർബന്ധമില്ല. കാരണം ബാക്കി എല്ലാവരും അവിടെ റഷ് ഉണ്ടാവും ആർട്ടിക്കൽഷിപ്പ് കയറാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് സംസാരിക്കാം, സാർ എന്റെ റിസൾട്ട് വരുന്നുണ്ട്, ഐ എം ഹോപ്പിംഗ് ഞാൻ ക്ലിയർ ചെയ്യുന്നു, സോ എനിക്ക് ഇവിടെ ആർട്ടിക്കൽഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി സംസാരിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഇന്റർവ്യൂസ് നിങ്ങൾക്ക് നോക്കാം. അതാവുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും. കാരണം നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോടാ? യെസ്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഫാക്കൽറ്റി ആണ്, ആസ് യു ഓൾ നോ. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് പ്രിപ്പയർ ചെയ്തത്. സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ September 24 നിങ്ങൾ മാറ്റി വെച്ചതെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഓഡിറ്റിംഗിന്റെ ക്ലാസ്സസ് സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ക്ലാസ്സസ് സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നമുക്ക് നോക്കാം. സോ ഓൾറെഡി നമ്മുടെ SM-ന്റെ ഫുൾ റെക്കോർഡഡ് ക്ലാസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. SM-ന്റെ റെക്കോർഡ് ക്ലാസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മുടെ May 24 ഒരുപാട് കുട്ടികൾ വാങ്ങിയിട്ടുമുണ്ട്. അവിടെ നല്ല നല്ല ഫീഡ്ബാക്സ് നമുക്ക് വന്നിട്ടുണ്ട്. എക്സാം ആസ് യു ഓൾ നോ നമ്മുടെ എക്സാം റിവ്യൂ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സാം ഓൾസോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു എക്സാം SM-ന്റെ പേപ്പർ. സോ വി ആർ എക്സ്പെക്ടിങ് സെയിം കൈൻഡ് ഓഫ് പേപ്പർ ഫോർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് ഓൾസോ. സോ സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് അത്യാവശ്യം നല്ല പേപ്പർ തന്നെയായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക്, ബോത്ത് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കും SM-നകത്ത് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്സ്. സോ നിങ്ങൾ SM-ന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ പർച്ചേസ് മൈ ക്ലാസ്സസ്. യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് അറ്റ് മൈ നമ്പർ. നമ്മുടെ നമ്പർ ഓൾറെഡി യൂട്യൂബ് ചാനലിനകത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എന്തായാലും ഞാൻ ഇവിടെ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം എന്റെ നമ്പർ 8075450932. സോ ദിസ് ഇസ് മൈ ഓഫീസ് നമ്പർ. നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ആസ് ഓഫ് നോ നിങ്ങൾക്കറിയാം 31st May വരെ ഒരു ഓഫർ നമ്മൾ ഇപ്പം നിലവിലുണ്ട്. 2500 റുപ്പീസിന്റെ ക്ലാസ് നമ്മളിപ്പോൾ 2000 റുപ്പീസാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 times വ്യൂ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്, പ്ലസ് പവർ ചാർട്ട് ഇൻക്ലൂഡഡ് ആണ്. ആസ് യു ഓൾ നോ നമ്മുടെ പവർ ചാർട്ട് 24 പേജസിനകത്ത് എൻടയർ SM-ന്റെ സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വെറും 24 പേജസിനകത്ത്. സോ 24 പേജസ് കവർ ചെയ്തു എന്ന് മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന രീതിയിലാണ് പവർ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഈ പവർ ചാർട്ട് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിരിക്കും ഈ ഒരു പവർ ചാർട്ട്. സോ ഓൾറെഡി കുട്ടികളുടെ നല്ല നല്ല ഫീഡ്ബാക്സ് പവർ ചാർട്ടിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ യു ഹാവ് ടു മാക്സിമം യൂട്ടിലൈസ് ദിസ് കൈൻഡ് ഓഫ് പവർ ചാർട്ട്സ്. സോ നിങ്ങൾക്ക് SM-ന്റെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തത് ഓഡിറ്റിംഗിന്റെ ക്ലാസ്. സർ ഓഡിറ്റിംഗിന്റെ ലൈവ് ക്ലാസ് സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതോ ഓഫ്ലൈൻ ക്ലാസ് മാത്രമാണോ ഉള്ളത്? ഓഫ്ലൈൻ ക്ലാസ് ആസ് യു ആണോ ഞാൻ എടുക്കുന്ന മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ക്രാഷ് കോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ ക്രാഷ് കോഴ്സ് മാത്രമാണ് സെപ്റ്റംബറിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കില്ല. കാരണം നമുക്ക് സെപ്റ്റംബറിൽ നമുക്ക് ഇനി അത്ര ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയാ ഒരു മെജോറിറ്റി ഏരിയാസ് കവർ ചെയ്തിട്ട് എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓഫ്ലൈൻ ആയിട്ട്. ഓൺലൈൻ ആയിട്ട് നമ്മളൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ച് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി May 25 ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ആവും. നമ്മുടെ May 24 ഒരു ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇഫ് യു തിങ്ക് നിങ്ങളുടെ ഒരു പഠിക്കുന്ന ശൈലിക്ക് എന്റെ പഠിപ്പിക്കുന്ന ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ മൈ ക്ലാസ്. എല്ലാവർക്കും എല്ലാ ഫാക്കൽറ്റിയും സെറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ചില സമയത്ത് ചില കുട്ടികൾക്ക് എന്റെ ക്ലാസ് സെറ്റ് ആവും, കാരണം ഞാൻ എടുക്കുന്ന രീതി അവർക്ക് മനസ്സിലാവും. ചില കുട്ടികൾക്ക് ഞാൻ എടുക്കുന്ന രീതി അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ നിങ്ങൾ ഡെമോ ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വൈബിനനുസരിച്ചാണോ എന്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, അതോ ചുമ്മാ കുറെ
കഥകൾ മാത്രം പറഞ്ഞു പോവുകയാണോ, അത് കോൺസെപ്റ്റ് കൃത്യമായിട്ടും ഓഡിറ്റിംഗിന്റെ കോൺസെപ്റ്റ് പഠിക്കുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, നെമോണിക്സ് നിങ്ങൾക്ക് എക്സാം ടിപ്സ് ഒക്കെ പറയുന്നുണ്ടോ, നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഫ് യു ആർ കംഫർട്ടബിൾ ദെൻ ഓൺലി യു ക്യാൻ ജോയിൻ ദ ക്ലാസ്സസ്. സോ നമ്മൾ ഒരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ഇൻ ദ സെൻസ് 100% ലൈവ് അല്ല. റീസൺ നമുക്ക് 100% ലൈവ് പ്രൊവൈഡ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഒരു ചില ഏരിയാസ് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ പോർട്ടൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒരു 30 to 40% ക്ലാസ് ആയിരിക്കും ലൈവ് ഉണ്ടാവുക. ബാക്കി മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് മിക്കവാറും റെക്കോർഡഡ് ആവാനാണ് സാധ്യത കാണുന്നത്. സോ നിങ്ങൾക്ക് ലൈവ് വേണ്ട ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മുൻകൂട്ടി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക്സ് നമുക്ക് ലൈവായിട്ട് തന്നെ ക്ലാസ്സിൽ മുന്നോട്ട് പോവാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ വീഡിയോ. സോ ഞാനിപ്പോ ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഓഡിറ്റിംഗിന്റെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, പിന്നെന്താണ് ഓഡിറ്റിംഗിന്റെ ക്ലാസിന്റെ ഡ്യൂറേഷൻ, എപ്പോഴാണ് സർ ക്ലാസ് തീരാൻ ചാൻസ് ഉള്ളത്. സി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജൂണും ജൂലൈയും ഫുള്ളി അവൈലബിൾ ആണ്. അപ്പൊ ഈ ജൂണും ജൂലൈയും കൊണ്ട് എങ്ങനെയെങ്കിലും ഓഡിറ്റ് തീർക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജൂലൈ 31 ആകുമ്പോഴേക്കും നമ്മുടെ ഓഡിറ്റിംഗിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ തീർക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ജൂലൈ 31 മുന്നേ തീർക്കാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഒരു 1 വീക്ക് അങ്ങോട്ട് പോകാനും ചാൻസ് ഉണ്ട്. എനിത്തിങ് ക്യാൻ ഹാപ്പൺ. നമുക്ക് എല്ലാം മുൻകൂട്ടി പ്രൊആക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണെങ്കിൽ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. അതിന് കൂടെ തന്നെ നമ്മൾ പ്യോർലി റെക്കോർഡ് ആയി കഴിഞ്ഞാലും ചില സമയത്ത് കുട്ടികൾക്ക് ഒരു മുഷിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് RTP സെഷൻ ഡിസ്കഷൻ, MTP സെഷൻ ഡിസ്കഷൻ, ചില ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ വീഡിയോസ് ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, സോ ഓൾറെഡി പിന്നെ ഓഡിറ്റിംഗിന്റെ സർ റേറ്റ് എത്രയാണ്? റേറ്റ് നമ്മുടെ ആസ് ഓഫ് നൗ വിതിൻ 2 days നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇൻഫോം ചെയ്തായിരിക്കും, നമ്മൾ പോസ്റ്റർ റിലീസ് ചെയ്യുന്നതായിരിക്കും ഓഡിറ്റിംഗിന്റെ. വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുത്ത ശേഷം എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സുഖരടാ? ഓക്കെ അല്ലേ? ശരിയല്ലേ? ഫൈൻ. താങ്ക് യു ഓൾ.